നമസ്കാരം. അധികം സന്തോഷമൊന്നുമില്ല ഈ വീഡിയോ എടുക്കുമ്പോൾ. കാരണം 2 ദിവസം മുൻപ് തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ജില്ലയിൽ എയർപോർട്ടിന്റെ സൈഡിലായിട്ട് ഒരു പെൺകുട്ടീനെ 19 വയസ്സുകാരിയായ ഒരു പെൺകുട്ടീനെ മൂന്നാളുകൾ ചേർന്നിട്ട് മാനഭംഗപ്പെടുത്തിയ ഒരു വാർത്ത ഞാൻ കണ്ടായിരുന്നു. കാണുമ്പോൾ തന്നെ ഭയങ്കര സങ്കടമായി ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച രാത്രി ഈ കുട്ടിയും ആ കുട്ടിയുടെ ഫ്രണ്ടും ചേർന്നിട്ട് കാറിൽ പോവുകയായിരുന്നു. അപ്പൊ ഭാഗത്ത് എയർപോർട്ടിന്റെ സൈഡിൽ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. ആ വഴി വന്ന 3 ആൾക്കാർ ഈ കാറിലുള്ള ആ കുട്ടിയുടെ കൂട്ടുകാരനെ സ്പ്രേ അടിച്ച് മയക്കിയിട്ട് ആ പെൺകുട്ടിയെ അടുത്തൊരു 300 മീറ്റർ അകലെയായിട്ട് ഒരു കാട് പോലെയാണ് എയർപോർട്ട് ഭാഗം എന്ന് പറഞ്ഞാൽ കുറച്ചതിന് പുറകുവശമായിട്ട് ഒരു കാടും ഫോറസ്റ്റ് പോലുള്ള ഒരു പ്ലേസ് ആണ്, ആരും ഇല്ലാത്തൊരു ഗ്രൗണ്ട് ഏരിയ ആണ്. അപ്പൊ അങ്ങോട്ട് ഈ പെൺകുട്ടീനെ കൊണ്ടുപോയിട്ട് രാത്രി 11 മണി മുതൽ 3 മണി വരെ ആ കുട്ടീനെ ഉപദ്രവിച്ചിരിക്കുകയാണ്. 3 മണിവരെ ഉപദ്രവിച്ചതിന് ശേഷം ആ കുട്ടീനെ എവിടെ നിന്നാണോ എടുത്തത് അവിടെ തന്നെ, അതായത് ഈ കാറുള്ള ഭാഗത്ത് തന്നെ ആ കുട്ടീനെ ഒരു ഷർട്ട് മാത്രം അവളുടെ മേത്ത് ഇട്ടിട്ട് അവൾ അവിടെ തന്നെ കൊണ്ടുപോയിട്ടിട്ട് ഇവര് തിരിച്ചു പോകുമ്പോൾ ഇവരുടെ വണ്ടി ഉണ്ടല്ലോ, ഒരു TVS-ലാണ് ഈ 3 പേരും വന്നത്. അപ്പൊ ഈ വണ്ടി ഉള്ള സ്ഥലത്തേക്ക് ഇവര് പോയി നോക്കുന്ന സമയത്ത് അവിടെ ആ TVS ഇല്ല, അവരുടെ ബൈക്കില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ, ഈ കുട്ടിയുടെ കൂടെ വന്ന ഫ്രണ്ട്, ആ ഫ്രണ്ട് ഓൺ ദ സ്പോട്ടിൽ തന്നെ മയക്കൊക്കെ മറങ്ങിയിട്ട് പോലീസുകാരെ ഇൻഫോം ചെയ്ത് കാര്യം പറഞ്ഞതിന് ശേഷം പോലീസുകാർ ആ സ്ഥലത്തെത്തി ഇവരുടെ ബൈക്കും എടുത്തിട്ട് പോയി. ഇവര് ബൈക്കില്ലാന്ന് പറഞ്ഞിട്ട് ആ കുട്ടീനെ കൊണ്ടുപോയിട്ട ഭാഗത്തേക്ക് ചെന്നപ്പോൾ അവിടെ കുട്ടിയും കാറും ഇല്ല. പോലീസുകാർ ആ കാറും കുട്ടീനെയും സുരക്ഷിതമായിട്ട് കൊണ്ടുപോയി അവിടുന്ന് മാറ്റി. സുരക്ഷിതം എന്ന് പറയാൻ പറ്റില്ല, അവരെ അവിടുന്ന് കൊണ്ടുപോയി ബൈക്കും എടുത്തിട്ട് പോയി. ഇവര് 3 ആൾക്കാരും അതിലഹരിയിലായിരുന്നു. വീണ്ടും അതേതിനെയൊക്കെ നടന്ന് അവരും 2 ദിവസമായിട്ട് കാണാനില്ലായിരുന്നു. ഞായറാഴ്ച നടന്ന സംഭവമാണ്. 2 ദിവസമായിട്ട് പോലീസ് അതിനെ കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അറ്റ് ലാസ്റ്റ് അവരെ പിടികൂടി. പോലീസ് ആ കുട്ടീനെ കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഇവർ പിടികൂടിയത് തുടിയലൂർ എന്ന് പറഞ്ഞ ഒരു ഭാഗത്ത് ഇവർ 3 പേരും ഒളിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ പോലീസ് ഭയങ്കര പ്ലാൻ ചെയ്തിട്ടും രഹസ്യാന്വേഷണം പോലെയൊക്കെ ആയിരുന്നു ഇവരെ അന്വേഷിച്ച് പോയി കണ്ടുപിടിക്കുകയായിരുന്നു. ആ കണ്ടുപിടിക്കുന്ന സാഹചര്യത്തിൽ അവരുടെ കയ്യിലുണ്ടായിരുന്ന അരിവാള് ഇതൊക്കെ ഉപയോഗിച്ച് അതിലൊരു ഹെഡ് പോലീസിനെ ഇവരെ ആക്രമിക്കുന്നുണ്ടായിരുന്നു. ആ പോലീസിന്റെ കയ്യിൽ വെട്ടേറ്റ് അവർ ചികിത്സയിലായിരുന്നു. സോ കോയമ്പത്തൂർ പോലീസ് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പോട്ടിൽ തന്നെ 3 ആൾക്കാരും ഷൂട്ട് ചെയ്തു. അവരുടെ കാലിൽ തന്നെ മുട്ടിൽ തന്നെ 3 പേരും ഷൂട്ട് ചെയ്തിട്ടാണ് പിടിച്ചത്. ഇതൊരു ഞാൻ ഭയങ്കര സന്തോഷമാണ് ഈ ഒരു കാര്യത്തിൽ മാത്രം. അവരെ വെറുതെ പിടിച്ചുകൊണ്ടുപോകാതെ ഷൂട്ട് ചെയ്തിട്ട് തന്നെ 3 ആൾക്കാർ, അതിൽ 2 പേരുടെ 2 കാലിലും ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ഒരാളുടെ 1 കാലിലാണ് ഷൂട്ട് ചെയ്തത്. എന്നിട്ട് അവിടെ നിന്ന് തന്നെ ഇവരെ കൊണ്ടുപോവുകയാണ് ചെയ്തത്. 3 പേര് ആരൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഡീറ്റെയിൽസ് പോലീസ് പറയുന്നത് ശിവഗംഗ ഡിസ്ട്രിക്റ്റിലുള്ള ഗുണ സതീഷ്, പിന്നെ മധുരൈ ഡിസ്ട്രിക്റ്റിലുള്ള കാർത്തിക്. ഈ ശിവഗംഗ ഡിസ്ട്രിക്റ്റിലുള്ള ഗുണ സതീഷ് ഇവർ 2 പേരും ബ്രദേഴ്സ് ആണ്, സഹോദരങ്ങളാണ്. പിന്നെ മധുരയിലുള്ളത് അയാളുടെ കൂട്ടുകാരനുമാണ്. ഇവർ 3 പേരാണ് ഈ പെൺകുട്ടീനെ ഇങ്ങനെ ചെയ്തത്. എയർപോർട്ട് സൈഡിൽ തന്നെ ഒരു റൂമിൽ റെന്റ് എടുത്ത്, ആ പരിസരത്ത് തന്നെ ഈ ആളില്ലാത്ത ഈ ഭാഗത്ത് തന്നെ ഒരു റൂമിൽ റെന്റ് എടുത്തിട്ട് അങ്ങനെയൊക്കെയാണ് അവർ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പെയിന്റ് പണി എന്നൊക്കെയാണ് അന്വേഷിച്ചപ്പോൾ കിട്ടിയത്. ഇവരുടെ സ്ഥിരം പരിപാടിയാണ് ആ ഭാഗത്ത് പോകുന്ന ആൾക്കാരെ ആക്രമിക്കുക, അങ്ങനെയുള്ള ഒരു സ്ഥിരം പരിപാടിയായിട്ടാണെന്ന് പറയുന്നത്. പിന്നെ കോയമ്പത്തൂർ പോലീസിന്റെ അന്വേഷിച്ചപ്പോൾ ഇവർ ഓൾറെഡി കുറെ വർഷങ്ങൾക്ക് മുൻപ് ഇവർക്ക് മേൽ ഒരു കൊലപാതകത്തിന്റെ കേസും ഓൾറെഡി അക്യൂസ്ഡ് ആണെന്നുള്ള ലെവൽ വരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ട്. വെറും 19 വയസ്സുള്ള ഒരു പെൺകുട്ടീനെ 3 പേരും ചേർന്നിട്ട് ഇങ്ങനെ ചെയ്യാം. അവർക്ക് ഇതിന് മാത്രം ഇവിടുന്നാണ് ധൈര്യം കിട്ടുന്നത്. എനിക്കത് മനസ്സിലാവുന്നില്ല. കാരണം അങ്ങനെ ഒരു കുട്ടി അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ അത് നമുക്ക് ഇനിയും റിയലൈസിങ്ങിന്റെ ഒരു മൊമെന്റിലേക്ക് എത്തിയിട്ടില്ല. പക്ഷെ ഈ ഒരു ആക്ടില് കോയമ്പത്തൂർ പോലീസ് എടുത്തിരിക്കുന്ന നടപടി അത് ശരിക്കും ഗ്രേറ്റ് ഓഫ് തന്നെ. ഓൺ ദ സ്പോട്ടിൽ ഷൂട്ട് ചെയ്യാൻ 3 എണ്ണത്തിന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഹോസ്പിറ്റലുകാർ നിങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അരയ്ക്ക് താഴെ വെട്ടിക്കളയണം എന്ന് ഞാൻ പറയത്തുള്ളൂ. മുറിച്ച് മാറ്റിനെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർക്ക് ഇനി നീറ്റ് നടക്കാനോ ഒന്നിനും പറ്റരുത്. അക്വിസ്റ്റ് ആണ് അവർ. ജയിലിൽ കൊണ്ടിട്ട് ഇരുത്തേണ്ട ഒരു ആവശ്യമില്ല. ആ പെൺകുട്ടിക്ക് ഇനിയും ബോധം വന്നിട്ടില്ല. അത്രയ്ക്കും ക്രൂരമായിട്ടാണ്. സോ ഹാറ്റ്സ് ഓഫ് ടു കോയമ്പത്തൂർ പോലീസ്.